Hi friends, Assalamu alaikum. Welcome back to Jappus World. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വരുന്നത്. ജാക്ക്ഫ്രൂട്ട് ജാമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത്. വീഡിയോയിലേക്ക് പോകും മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ജാമിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു മീഡിയം സൈസ് ചക്ക, 2 ഉണ്ട ശർക്കര, ഏലക്കായും ജീരകവും. ഞാൻ ഈ ശർക്കര ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ചക്ക ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് ഇതുപോലൊരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ചക്ക നല്ല ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉരുക്കിയ ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 20-25 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ അടി കരിയാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരിവാണ്. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ ആ ചക്കയുടെയും ഏലക്കയുടെയൊക്കെ ആ നല്ല മണം നന്നായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ജാം ഏകദേശം ശരിയായി. അടിയിൽ നിന്ന് വിട്ടുവരുന്ന ആ ഒരു പരുവമായിട്ടുണ്ട്. ഇത് നമുക്ക് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ 2 വർഷം വരെ കേടാവാതിരിക്കും. പിന്നെ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. ഇത് ഇലയപ്പത്തിനും തെരളിയപ്പത്തിനും ഉപയോഗിക്കാം. തെരളിയില എന്ന് പറയുന്നത് കറുവേലയ്ക്കാണ്. ഇവിടെയൊക്കെ തെരളിയില എന്നാണ് പറയുന്നത്. നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്ത് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ.